Hi all, welcome to the new semester as well as new subjects that we are going to discuss. നിങ്ങൾ കാണുന്നത് പോലെ ഈ സെമിസ്റ്ററിൽ ഫോർത്ത് സെമിസ്റ്ററിൽ ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റിന്റെ പേര് ഹൈഡ്രോളിക്സ് എന്നാണ്. നമ്മുടെ കോഴ്സ് കോഡ് 4013 ക്രെഡിറ്റ്സ് 5 ഈ സബ്ജക്റ്റിനുള്ളത്. നമ്മൾ ഏകദേശം ഒരു സെമിസ്റ്റർ ഫുള്ള് തേർഡ് സെമിസ്റ്റർ ഫുള്ള് ഓൺലൈൻ മോഡിലാണ് ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോഴും നമ്മുടെ ഫോർത്ത് സെമിസ്റ്ററിനെ കൺസേൺ ചെയ്യുമ്പോൾ സെക്കൻഡ് ഇയേഴ്സിനും ഫസ്റ്റ് ഇയേഴ്സിനും കൺസേൺ ചെയ്യുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം ഒരു കുറച്ച് നാളത്തേക്കെങ്കിലും നമ്മൾ ഓൺലൈൻ മോഡിൽ തന്നെയാണ് ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുക ബിക്കോസ് ഓഫ് ദിസ് പ്രസന്റ് COVID-19 സിറ്റുവേഷൻ. സോ കഴിഞ്ഞ സെമിസ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് ആയിരുന്നു. ഈ സെമിസ്റ്ററിൽ നമ്മളൊരു പുതിയ ടോപ്പിക്, നിങ്ങൾ ഇതുവരെ കണ്ടു പരിചയമില്ലാത്ത സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിസ്കസ് ചെയ്യാത്ത ഒരു ബ്രാഞ്ച് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, പുതിയൊരു ബ്രാഞ്ച് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ സ്റ്റാർട്ടിംഗ് സബ്ജക്ട് ആണ് ഹൈഡ്രോളിക്സ് എന്ന് പറയുന്നത്. ഏകദേശം നിങ്ങൾക്ക് ഈ ഫസ്റ്റ് സ്ലൈഡും അതിന്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കൊണ്ടാവും എന്താണ് നമ്മൾ ഹൈഡ്രോളിക്സിൽ, അല്ലെങ്കിൽ എന്ത് മേജർ ഫാക്ടറിനെ കുറിച്ചാണ് നമ്മൾ ഹൈഡ്രോളിക്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, ഇറ്റ്സ് വാട്ടർ. നിങ്ങൾക്ക് കാണാം ഹൈഡ്രോളിക്സ് എന്ന വാക്ക് യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുക, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. ഇറ്റ് സംതിങ് റിലേറ്റഡ് ടു ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടർ എന്ന് നമുക്ക് പറയാം. So in this particular subject we are going to discuss about water mainly. So എന്താണ് ഹൈഡ്രോളിക്സ് പഠിക്കുന്നത് കൊണ്ട് സിവിൽ എഞ്ചിനീയറിന്റെ ആവശ്യം, എന്താണ് ഹൈഡ്രോളിക്സ് എന്ന സബ്ജക്ട്, അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ സിവിൽ എഞ്ചിനീയറിംഗിൽ എവിടെയാണ് വരിക, അതുപോലെ ഈ ഒരു സെമിസ്റ്ററിൽ ഹൈഡ്രോളിക്സ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ജനറൽ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ജസ്റ്റ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്. നമ്മുടെ സബ്ജക്റ്റിലോട്ട് കിടക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ it is just an introduction to our subject. What is hydraulics? What is the relevance of hydraulics in civil engineering? What are the portions or what are the topics that we are going to cover in this subject in this entire semester? So ഇതിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ ഏകദേശം തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ സെമിസ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്ത സബ്ജക്റ്റിന്റെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടായിരുന്നു. ആ ഫ്ലോ ചാർട്ട് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന ബ്രാഞ്ചിനെ കുറിച്ചായിരുന്നു അല്ലെ. സിവിൽ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പോകുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് എന്നല്ല, സിവിൽ എന്ന ജസ്റ്റ് വാക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു പബ്ലിക്. പബ്ലിക്കിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന വാക്കാണ് സിവിൽ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സിവിൽ സപ്ലൈസ്, സിവിൽ ലോസ്, എവറിത്തിങ് ഇസ് റിലേറ്റഡ് ടു പബ്ലിക്. സോ സാധാരണക്കാരൻ അല്ലെങ്കിൽ അസ് എ ഹോൾ ഹ്യൂമാനിറ്റിക്ക് ആവശ്യമായുള്ള കാര്യങ്ങളെ ഡിനോട്ട് ചെയ്യുന്നതാണ് സിവിൽ എന്ന് പറയുന്നത്. സോ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന്റെ പ്രത്യേകത നമ്മുടെ ഈ ഹ്യൂമാനിറ്റീനെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് മുഴുവൻ ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ബ്രാഞ്ചാണ് സിവിൽ എഞ്ചിനീയറിംഗ്. അതുകൊണ്ട് തന്നെ സിവിൽ എഞ്ചിനീയറിംഗിന് പല സബ് ഡിവിഷൻസ് ഉണ്ട്. ആ സബ് ഡിവിഷൻസ് നമ്മൾ കഴിഞ്ഞ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടിരുന്നു, ഏതൊക്കെ പെർട്ടിക്കുലർ ബ്രാഞ്ചസ് ആണ് സിവിൽ എഞ്ചിനീയറിംഗിനുള്ളത്. നമ്മൾ എംടെക് സ്പെഷ്യലൈസേഷൻ ഒക്കെ പോകുമ്പോൾ ആ പെർട്ടിക്കുലർ ബ്രാഞ്ച് പെർട്ടിക്കുലർ സബ്ജക്ട്സ് ആയിരിക്കും നമ്മൾ പഠിക്കുക. ഓൾറെഡി നിങ്ങൾ ഫോർത്ത് സെമിസ്റ്ററിലെത്തി, ഏകദേശം ഇതിൽ പല ബ്രാഞ്ചസിന്റെയും ഇൻട്രൊഡക്ടറി സബ്ജക്ട്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ ആ ബ്രാഞ്ചസ് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ സെമിസ്റ്ററിൽ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് എടുത്തതെന്ന് പറഞ്ഞു. സോ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് എടുത്തത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന്റെ ഏറ്റവും ഫസ്റ്റ് ടോപ്പിക് ആയിരുന്നു. സോ നമ്മൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർപ്പിടം അല്ലെ, നമ്മൾ വസിക്കുന്ന സ്ഥലം, നമ്മൾ ബിൽഡിങ്സ്, ഓഫീസസ്, എവറിത്തിങ് റിലേറ്റഡ് ടു ഓൾ സ്ട്രക്ചേഴ്സ് ആണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത്. അതുപോലെ മനുഷ്യന് ആവശ്യമുള്ള എന്താണ് സാധനമാണ് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അല്ലെ, ഇപ്പൊ റോഡ്, ബ്രിഡ്ജസ്, ഇതൊക്കെയാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കണ്ടു. പിന്നെ നമ്മുടെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന്റെ കാര്യം പറഞ്ഞു, വാട്ടർ ട്രീറ്റ്മെന്റ്, വേസ്റ്റ് മാനേജ്മെന്റ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ബ്രാഞ്ചാണ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. പിന്നെ ഉള്ളത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സംതിങ് റിലേറ്റഡ് ടു സോയിൽ. സോ ഇതിൽ ട്രാൻസ്പോർട്ടേഷൻ, എൻവയോൺമെന്റൽ, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഈ സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫിഫ്ത്ത് സെമിസ്റ്ററിലാണ്. ഫിഫ്ത്തും സിക്സ്തും സെമിസ്റ്ററിലായിട്ടാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. സോ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിന്റെ ബേസിക്സ് നിങ്ങൾ പഠിച്ചു തുടങ്ങി. ഇവിടെ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്നൊരു പോർഷൻ ഞാൻ വലിയൊരു അക്ഷരത്തിൽ കാണിച്ചിട്ടുണ്ട്. സോ അതിന്റെ കാരണം നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഹൈഡ്രോളിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സിവിൽ എഞ്ചിനീയറിംഗിന്റെ പെർട്ടിക്കുലർ ബ്രാഞ്ചിന്റെ ഫസ്റ്റ് ടോപ്പിക് ആണ്. നമ്മൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിന്റെ പ്രിലിമിനറി സബ്ജക്ട് എന്ന് പറഞ്ഞതുപോലെ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ സിവിൽ എഞ്ചിനീയറിംഗ് ശാഖയുടെ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രിലിമിനറി ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹൈഡ്രോളിക്സ് എന്ന് പറയുന്നത്. ഈ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 സബ്ജക്ട്സ് ആണ് നമ്മുടെ എൻ്റയർ ഡിപ്ലോമയിൽ പഠിക്കുക. ഒന്നാമത്തത് ഞാൻ പറഞ്ഞതുപോലെ ഹൈഡ്രോളിക്സ്. ആ ഹൈഡ്രോളിക്സ് ആണ് ഞാൻ ഈ സെമിസ്റ്ററിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത്. അടുത്തത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗും നിങ്ങൾക്ക് ഈ സെമിസ്റ്ററിൽ, ഈ 4th സെമിസ്റ്ററിലുള്ള സബ്ജക്റ്റ് തന്നെയാണ്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് നിങ്ങൾ പഠിക്കും. അതിനുശേഷം നിങ്ങൾ ഫൈനൽ സെമിസ്റ്ററിലെത്തും, 6th സെമിസ്റ്ററിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഇറിഗേഷൻ ഡ്രോയിങ് എന്ന് പറഞ്ഞു, സ്ട്രക്ചറൽ ആൻഡ് ഇറിഗേഷൻ ഡ്രോയിങ് എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ട്. അവിടെ നമ്മൾ ഇറിഗേഷൻ ഡ്രോയിങ്ങിൽ കുറച്ച്, നിങ്ങൾ ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ്ങിൽ കുറച്ച് ബിൽഡിങ്ങിന്റെ പ്ലാൻസ് ഒക്കെ വരച്ചതുപോലെ ഇറിഗേഷൻ സംബന്ധമായ അല്ലെങ്കിൽ ഹൈഡ്രോളിക്സ് സംബന്ധമായ കുറച്ച് സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ വരയ്ക്കേണ്ടി വരും. ആ പേപ്പറാണ് ഇറിഗേഷൻ ഡ്രോയിങ്. ഡിപ്ലോമ കരിക്കുലം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ പഠിക്കാൻ പോകുന്ന സബ്ജക്ട്സ് ഇതൊക്കെയാണ്: ഹൈഡ്രോളിക്സ്, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇറിഗേഷൻ ഡ്രോയിങ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള ശാഖയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് നമ്മൾ ഹൈഡ്രോളിക്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എന്താണ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്? വാട്ടർ റിസോഴ്സ്, നമ്മൾ എൻവയോൺമെന്റൽ സയൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? ഒരുപാട് റിസോഴ്സസ് ഈ ലോകത്തുണ്ട്. അല്ല, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ഫാക്ടേഴ്സ് ആണ് എയർ, വാട്ടർ എന്നൊക്കെ പറയുന്നത്. വാട്ടർ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് ദാറ്റ് വി കനോട്ട് അവോയ്ഡ് ഫ്രം അവർ ലൈഫ്, അല്ലേ? സോ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു റിസോഴ്സ് ആണ് വാട്ടർ. സോ എന്താണ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ, ഒരു ഡെഫിനിഷൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ബ്രാഞ്ച് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് that involves the design of new systems and equipment that help to manage human water resource. എന്ന് വെച്ചാൽ എന്താ? From where we get water basically. So it is a cycle, അല്ലെ? ഒരു സൈക്ലിക് പ്രോസസ് ആണ്. നമുക്ക് വെള്ളം ഇവാപ്പറേറ്റ് ചെയ്യുന്നു, എന്നിട്ട് മഴയായിട്ട് പെയ്യുന്നു, പിന്നെ ആ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നു. സോ മഴ പെയ്യുന്നു, അല്ലെ? ആ മഴ പെയ്തിട്ട് നമുക്ക് വരുന്ന വാട്ടർ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, നമ്മുടെ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രക്ചേഴ്സിന്റെ ആവശ്യം വരും. അത് പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ പെർട്ടിക്കുലർ പർപ്പസിന്. എന്തിനൊക്കെയാ വെള്ളം മെയിനായിട്ട് ഉപയോഗിക്കാം? നമ്മൾ ഇറിഗേഷൻ ഉപയോഗിക്കാറുണ്ട്, അല്ലെ? അതുപോലെ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ നമ്മുടെ ഹ്യൂമൻ നീഡ്സിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ യൂസസിനും വേണ്ടി ഈ വാട്ടർ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് വേണ്ട ചില സ്ട്രക്ചേഴ്സ്, അതുപോലെ സിസ്റ്റംസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനാണ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയാം. Hope you understood. So it is the branch of civil engineering that involves the design of new systems or equipments that help to manage this water resource. So വെള്ളം വരുന്നത് തൊട്ട് ചിലപ്പോൾ അതിനെ റീസൈക്കിൾ ചെയ്യേണ്ടത് വരും, അല്ലെ? വേസ്റ്റ് വാട്ടർ വരുന്നുണ്ട്, വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. സോ അത് ആക്ച്വലി എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച്. സോ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ കാണാൻ പറ്റും. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേസ്റ്റ് ആയി വരുന്നത് സീവേജ് വാട്ടർ ഒക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യാന്നൊക്കെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ പഠിക്കും. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് വാട്ടറിന്റെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെയാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ കമ്മിങ് ഇൻ പാർ വിത്ത് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇൻ ജനറൽ നമുക്ക് കിട്ടുന്ന വാട്ടർ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യും, ആ യൂസിന് എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ യൂസിന് നമുക്ക് ഉപയോഗപ്രദമാകുന്ന ചില സിസ്റ്റംസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഡിസൈൻ ചെയ്യുന്ന സിവിൽ എഞ്ചിനീയറിംഗ് ശാഖയാണ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്. ആ മെത്തേഡ്സ് ഓർ എക്യുപ്മെന്റ്സ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, അല്ലെ? ഡാംസ്, പല ടൈപ്പ് ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ, നിങ്ങൾ വീട്ടിലൊക്കെ പച്ചക്കറി നടുമ്പോൾ ചെയ്യുന്ന ഇറിഗേഷൻ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾ കനാലുകൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ടോട്ടലി ഈ വാട്ടർ റിലേറ്റഡ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ വാട്ടറിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന മെത്തേഡ്സിനെ ഡിസൈൻ ചെയ്യുന്ന സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനെയാണ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയാം. സോ ഈ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ നമ്മൾ ഈ സ്ട്രക്ചർ ഒക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ്, അല്ലെ? ഇതിപ്പം നിങ്ങൾ ഇവിടെ ഒരു ഡാം കാണുന്നുണ്ട്, ഇവിടെ ഒരു കനാല് കാണുന്നുണ്ട്, താഴെ ഒരു സ്പിൽവേ കാണുന്നുണ്ട്, ഇവിടെ ഒരു ഇറിഗേഷൻ സിസ്റ്റം ഒക്കെ കാണുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു സിസ്റ്റത്തെ കുറിച്ചാണോ നമ്മൾ ആദ്യം പഠിക്കുക? അല്ല. നമ്മളിപ്പോ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പഠിച്ച സമയത്ത് ആദ്യം പോയിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനല്ല പഠിച്ചത്, അല്ലെ? നമ്മൾ ആദ്യം പഠിച്ചത് എന്താ? ആ സ്ട്രക്ചറിൽ വരുന്ന ഫോഴ്സസിനെ കുറിച്ചാണ് പഠിച്ചത്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പഠിച്ചത്, മെറ്റീരിയൽസിനെ കുറിച്ചാണ് പഠിച്ചത്. അതിനുശേഷമാണ് നമ്മൾ പതുക്കെ എന്ത് ചെയ്തത്? പതുക്കെ ഫോഴ്സസ്, അതിന്റെ അനാലിസിസ്, ഡിസൈനിലൊക്കെ കിടക്കുന്നു.
അതുപോലെ തന്നെയാണ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിലും. വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താ? വാട്ടറിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ വാട്ടറിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്, വാട്ടറിന്റെ ഫ്ലോയിനെ കുറിച്ചാണ്. ഇങ്ങനെ വാട്ടറിന്റെ ഫ്ലോയിനെ, വാട്ടറിന്റെ പ്രോപ്പർട്ടീസിനെ ഒക്കെ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റിനാണ് നമ്മുടെ ഹൈഡ്രോളിക്സ് എന്ന് പറയുന്നത്. So let us see what is hydraulics. ഹൈഡ്രോളിക്സ് പറയുന്നതിന് മുൻപ് നമ്മുടെ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിന്റെ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 2 ഫ്ലോ ചാർട്ട് കണ്ടിരുന്നു. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു അത്. ഓർമ്മയുണ്ടോ? ഇഫ് യു റീകോൾ, യു ക്യാൻ റിമെമ്പർ ദിസ് ഫ്ലോ ചാർട്ട് വേർ വി ഹാവ് seen the classification of engineering mechanics. So engineering mechanics എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? It is a study of behavior of bodies under forces. ഒരു ബോഡിയിൽ when you are applying forces, some deformation may happen, അല്ലെ? Deformation happens, stress happens, strain happens, all those things we have discussed in theory of structures already. So mechanics is nothing but study of behavior of bodies under forces. When we apply force, what is the change coming to that body? That area of science that deals with this behavior is known as engineering mechanics. So ഈ ബോഡീസ് 2 തരത്തിലാവാം. ഒന്ന്, ഇറ്റ് ക്യാൻ ബി അറ്റ് റെസ്റ്റ്. ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരു ബോഡി ആവാം, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡി ആവാം. ബോഡീസ് അണ്ടർ മോഷൻ ആവാം, അല്ലെങ്കിൽ ബോഡീസ് അണ്ടർ റെസ്റ്റ് ആവാം. സോ അതിന് രണ്ട് പേരുണ്ട്. മെക്കാനിക്സ് ഓഫ് ബോഡീസ് അറ്റ് റെസ്റ്റ് ആണ് സ്റ്റാറ്റിക്സ്, മെക്കാനിക്സ് ഓഫ് ബോഡീസ് ഇൻ മോഷൻ ആണ് ഡൈനാമിക്സ്. നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഡൈനാമിക്സിൽ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കൈനമാറ്റിക്സ്, കൈനറ്റിക്സ്. സോ ഈ നമ്മൾ പറഞ്ഞു ബിഹേവിയർ നമ്മൾ പഠിക്കുന്നു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ്. ആ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ കൈനമാറ്റിക്സ് എന്ന് പറയും. ഈ ഫോഴ്സസിനെ കൺസിഡർ ചെയ്താണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതിനെ കൈനറ്റിക്സ് എന്ന് പറയും. ലീവ് ഇറ്റ് ആസ് സച്ച്. നമുക്ക് ഇത്ര അറിയേണ്ടതുള്ളൂ. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് ബോഡീസ് അണ്ടർ ഫോഴ്സസ്. അത് ബോഡീസ് മൂവ്മെന്റിലാവാം, ബോഡീസ് റെസ്റ്റിലാവാം. ഇത്രയും നമുക്കറിയാം, അല്ലെ? സോ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ റെസ്റ്റിലുള്ള ബോഡീന്റെ ബിഹേവിയർ ആണ് പഠിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ സ്റ്റാറ്റിക്സ് എന്ന് പറയും. മോഷനിലുള്ള ബോഡീന്റെ ബിഹേവിയർ ആണ് പഠിക്കുന്നതെങ്കിൽ അതിനെ ഡൈനാമിക്സ് എന്ന് പഠിക്കും. ഇതാണ് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ കണ്ടത്. രണ്ടാമത് വേറൊരു ക്ലാസിഫിക്കേഷൻ കൂടെ അതേ ക്ലാസ്സിൽ കണ്ടിരുന്നു. ഇറ്റ് വാസ് സംതിങ് ലൈക്ക് റിലേറ്റഡ് ടു വാട്ട് ബോഡീസ് വി ആർ കൺസിഡറിങ്. ഇവിടെ നമ്മൾ പറഞ്ഞു സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് ബോഡീസ് അണ്ടർ ഫോഴ്സസ് ആണ്. സോ വാട്ട് ആർ ദോസ് ബോഡീസ്? ഒന്നാമത്തത് റിജിഡ് ബോഡി ആയിരുന്നു. എന്താണ് റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ? നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡിക്ക് ഒരു ചേഞ്ചും വരുന്നില്ല, ഒരു ഡിഫോർമേഷനും സംഭവിക്കുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? റിജിഡ് ബോഡി എന്ന് വിളിക്കും. ഇനി രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ മെക്കാനിക്സ് ഓഫ് ഡിഫോമബിൾ ബോഡീസ് ഓർ സോളിഡ്സ്. മെക്കാനിക്സ് ഓഫ് ഡിഫോമബിൾ ബോഡീസ് ഓർ സോളിഡ്സ്, ഇതാണ് നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് സെക്കൻഡ് മൊഡ്യൂൾ തൊട്ടിട്ട് നമ്മുടെ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന പോർഷൻ മുഴുവൻ ഈ മെക്കാനിക്സ് ഓഫ് ഡിഫോമബിൾ ബോഡീസ് ആയിരുന്നു, അല്ലെ? നമ്മൾ സ്ട്രെസ്, സ്ട്രെയിന്, അത് കഴിഞ്ഞ് ബെൻഡിങ് സ്ട്രെസ്, ഷിയർ സ്ട്രെസ്, all those properties we discussed comes under the second category, mechanics of deformable bodies or solids. ഇതല്ലാതെ മൂന്നാമതൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ അവിടെ കണ്ടിരുന്നു. ഇവിടെ സോളിഡ് ബോഡീസ് ആണ് പറഞ്ഞിരുന്നത്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഇറ്റ് വാസ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിനെ നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുക ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നാണ് പറയാം. യൂഷ്വലി ഈ ഹൈഡ്രോളിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക് ഹൈഡ്രോളിക്സ് എന്നതിനേക്കാൾ ജനറലൈസ് ചെയ്ത് നമ്മൾ വിളിക്കുന്ന പേര് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ വാട്ട് ആർ ഫ്ലൂയിഡ്സ്? ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വോളിയം അസ്യൂം ചെയ്യാതെ ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സാധനങ്ങളെയാണ് നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയാം. ഇപ്പൊ ഫ്ലോ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത് എന്തൊക്കെയുണ്ട്? ഓഫ് കോഴ്സ് വാട്ടർ ഉണ്ട്, അല്ലെങ്കിൽ ലിക്വിഡ് ഉണ്ട്, വേറെ എന്താ ഉള്ളത്? എയർ ഉണ്ട്, അല്ലെ? സോ എയർ പ്ലസ് വാട്ടർ ആണ് ഫ്ലൂയിഡ്സ്, അല്ലെങ്കിൽ എയർ പ്ലസ് ലിക്വിഡ് ആണ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ വാട്ടറിനെ സംബന്ധിക്കുന്ന മെക്കാനിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈഡ്രോളിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൈഡ്രോളിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടറിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, വാട്ടർ ആണ് നമ്മുടെ ബോഡി, വാട്ടറിന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ വാട്ടർ റെസ്റ്റിലിരിക്കുമ്പോൾ, വാട്ടറിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള സമയത്ത് വാട്ടറിന്റെ ബിഹേവിയർ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് ശാഖയ്ക്കാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൈഡ്രോളിക്സ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ സബ്ജക്റ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഹൈഡ്രോളിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് that deals with behavior of water under the condition of rest and motion. So റെസ്റ്റിലായിരിക്കുമ്പോഴോ മോഷനിലായിരിക്കുമ്പോഴോ ഉള്ള
വാട്ടറിന്റെ ബിഹേവിയർ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് ശാഖയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളിക്സ്. സോ നമ്മൾ ഈ എൻ്റയർ സെമിസ്റ്ററിൽ ഹൈഡ്രോളിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കാൻ പോകുന്നത് ബിഹേവിയർ ഓഫ് വാട്ടർ തന്നെയാണ്. വാട്ടർ റെസ്റ്റ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ വാട്ടർ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വാട്ടറിൽ വരുന്ന ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ വാട്ടറിന്റെ ബിഹേവിയർ പല കണ്ടീഷൻസിൽ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഹൈഡ്രോളിക്സിൽ പഠിക്കാം. സോ ബ്രീഫായിട്ട് നമ്മുടെ സിലബസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ സിലബസിനെ ഞാൻ 3 പാർട്ടായിട്ട് ടോട്ടലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സിലബസ് എടുത്ത് പ്രിന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ പല കോഴ്സ് ഔട്ട്കം, പ്രോഗ്രാം ഔട്ട്കംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അർത്ഥം നമ്മൾ ഈ പ്രോഗ്രാം പർട്ടിക്കുലർ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ ഹൈഡ്രോളിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവണമെന്നാണ് ഈ കോഴ്സ് ഔട്ട്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ ടോട്ടൽ കോഴ്സ് ഔട്ട്കംസിനെ ഞാൻ 3ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കളിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹൈഡ്രോളിക്സിന്റെ ക്രെഡിറ്റ് 5 5 ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ഇൻ യുവർ ഡിപ്ലോമ 4th സെമിസ്റ്റർ സിലബസ്. ക്രെഡിറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് അവേഴ്സും കൂടുമെന്നറിയാം. അതുപോലെ ഹൈഡ്രോളിക് ലാബ് ഉണ്ട്, ഹൈഡ്രോളിക്സ് ലാബ് നിങ്ങൾക്ക് 4th സെമിസ്റ്ററിലുണ്ട്. സോ ലാബും തിയറിയും ഉള്ള ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ആണ് ഹൈഡ്രോളിക്സ് എന്ന് പറയുന്നത്. നമ്മൾ സിലബസ് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ സിലബസിൽ നിന്ന് നമുക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. സോ ടോട്ടൽ സിലബസിനെ ഞാൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ ഒന്നാമത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്സ്. സോ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലിക്വിഡ്സിന്റെ കുറച്ച് ജനറൽ പ്രോപ്പർട്ടീസ്. നമ്മൾ വിസ്കോസിറ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വേപ്പർ പ്രഷർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതുപോലെ സർഫസ് ടെൻഷൻ, ക്യാപ്പിലാരിറ്റി, ഇങ്ങനെയൊക്കെ നിങ്ങൾ സ്കൂൾ തലത്തിൽ ഫിസിക്സ് സബ്ജക്റ്റ് ഒക്കെ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ സയൻസ് പഠിച്ചപ്പോഴൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഫ്ലൂയിഡ്സിന്റെ അല്ലെങ്കിൽ ലിക്വിഡ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അങ്ങനെ കുറച്ച് ജനറൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ ആദ്യം ഹൈഡ്രോളിക്സിൽ പഠിക്കാൻ പോകുന്ന ആ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. ഇനി അത് കഴിഞ്ഞ് ഫ്ലൂയിഡിന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ദാറ്റ് ഈസ് ലിക്വിഡ് പ്രഷർ. ലിക്വിഡ് പ്രഷറിനെ കുറിച്ചാണ് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. എന്താണ് ലിക്വിഡ് പ്രഷർ, ആ പ്രഷറിന് പല ടൈപ്പ് പ്രഷർ ഉണ്ട്, ആ പ്രഷർ ഏതൊക്കെയാണ്, ആ പ്രഷർ എങ്ങനെ മെഷർ ചെയ്യാം, ലിക്വിഡിന്റെ പ്രഷർ എങ്ങനെ മെഷർ ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്സ് എന്നുള്ള പറഞ്ഞ ഫസ്റ്റ് സിലബസ് പോർഷനിൽ നമ്മൾ പഠിക്കാം. സോ ഈ ഒരു പോർഷൻസ് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന് മനസ്സിലാവും, അതുപോലെ എന്താണ് ലിക്വിഡിന്റെ പ്രഷർ എന്ന് മനസ്സിലാവും, ആ പ്രഷർ എങ്ങനെയാണ് മെഷർ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ലിക്വിഡ്സ് ആണ്. നമുക്കറിയാം ലിക്വിഡ്സ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു ഫ്ലോ, അല്ലെ? ഫ്ലോ ചെയ്യാൻ കഴിവുള്ളതിനാണ് നമ്മൾ ലിക്വിഡ്സ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് എന്ന് പറയാം. സോ ഫ്ലോ ചെയ്യുന്ന മെറ്റീരിയൽസിന് പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും, അതിന്റെ ബിഹേവിയർ ഡിഫറെന്റ് ആയിരിക്കും. സോ ആ ബിഹേവിയർ, ആ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഈ ഒരു ഹെഡിൽ പഠിക്കുക. സോ ആദ്യം നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ബെർണൌളീസ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രിൻസിപ്പിൾ നമ്മൾ ആദ്യം കാണും. അതിനുശേഷം ചില പെർട്ടിക്കുലർ കണ്ടീഷൻസിൽ കൂടെയുള്ള ഫ്ലോസ് പഠിക്കും. അതിൽ ഒന്നാമത്തത് ഫ്ലോ ത്രൂ ഓറിഫൈസസ് ആൻഡ് മൗത്ത് പീസ്, ഫ്ലോ ത്രൂ നോച്ചസ് ആൻഡ് വെയർ, അവസാനത്തെ ഫ്ലോ ത്രൂ പൈപ്സ് ആൻഡ് ഓപ്പൺ ചാനൽസ്. ഇതൊക്കെ നമ്മൾ ആ സമയത്ത് പെർട്ടിക്കുലർ ആയിട്ട് കാണും. എന്താണ് പൈപ്പ്, ഓപ്പൺ ചാനൽ എന്നൊക്കെ പറയാം. ഓപ്പൺ ചാനലിന്റെ എക്സാമ്പിൾ ആണ് കനാൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ക്ലോസ്ഡ് അല്ലാത്ത സ്ഥലത്തൂടെ വെള്ളം ഒഴുകി പോകുന്നു. കനാലിലൊക്കെ വെള്ളം ഒഴുകി പോകുന്നത് എങ്ങനെയാ, മൊത്തത്തിൽ ക്ലോസ് അല്ല. ആ സമയത്ത് ഒരു പൈപ്പ് എടുത്തു കഴിഞ്ഞാലോ, നിങ്ങൾ ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്നൊക്കെ കേട്ടിട്ട് റോഡ് സൈഡിലൊക്കെ കുറെ പൈപ്പ് ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും അല്ലെ? ആ പൈപ്പൊക്കെ കണക്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഫ്ലോ ചെയ്യുന്നതാണ് എന്ത് പറയാ, നമ്മൾ ഫ്ലോ ത്രൂ പൈപ്സ് എന്ന് പറയാം. ഓക്കെ. അതുപോലെ നോച്ചസ് ഉണ്ട്, വെയേഴ്സ് ഉണ്ട്, ഓറിഫൈസസ് ഉണ്ട്, മൗത്ത് പീസസ് ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഫ്ലോസ് നമ്മൾ അനലൈസ് ചെയ്യും. അതിന്റെ പല ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാണ്ട്, പ്രോബ്ലംസ് സോൾവ് ചെയ്യാണ്ട്, അങ്ങനെ നമ്മൾ ഫ്ലോ ഓഫ് ലിക്വിഡ്സിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഹൈഡ്രോളിക്സ് പഠിക്കുമ്പോൾ കിട്ടും. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ആയിട്ടൊരു പോർഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് മെഷീനറിയാണ്. ഹൈഡ്രോളിക് മെഷീനറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൈഡ്രോളിക് എനർജി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈഡ്രോളിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടർബൈൻസ്, പമ്പ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ വാട്ടർ ടർബൈനും പമ്പൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും അല്ലെ? ടർബൈൻ നിങ്ങൾ ഡാംസ് ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ടർബൈൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ ടർബൈനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. പമ്പ്സ് നമുക്കറിയാം അല്ലെ? വീട്ടിൽ കിണറിൽ നിന്നൊക്കെ നമ്മൾ വെള്ളം അടിച്ചിട്ടാണ് നമ്മുടെ ടാങ്ക് ഫില്ല് ചെയ്യുക അല്ലെ? കിണറിന്റെ താഴെ നിന്ന് വെള്ളം അടിച്ചിട്ട് നമ്മൾ പമ്പൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ടാങ്ക് ഫില്ല് ചെയ്യുന്നത്. ആ പമ്പ്സിനെയാണ് നമ്മൾ ഈ കോമൺ പമ്പ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പമ്പ്സിന് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹൈഡ്രോളിക് മെഷീനറിയിൽ വരും. പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് നമുക്കറിയാം. നമ്മുടെ കേരളത്തിൽ
നമ്മുടെ ഇലക്ട്രിസിറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്താണ്? വെള്ളം തന്നെയാണ് അല്ലെ. ഡാമിൽ ടർബൈൻ അടിച്ച് വെള്ളത്തിൽ നിന്ന് എനർജി ഉണ്ടാക്കിയാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. സോ ആ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്നാണ് നമ്മൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് എന്ന് പറയാ. ആ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ ജനറൽ ലേഔട്ട്, അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ ഹൈഡ്രോളിക് മെഷീനറി എന്നുള്ള പോർഷനിൽ പഠിക്കും. സോ ഇതാണ് ടോട്ടലി നമ്മുടെ ഹൈഡ്രോളിക്സിന്റെ സിലബസ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് തൊട്ട് അവസാനം കുറച്ച് ഹൈഡ്രോളിക് മെഷീൻസിനെ കുറിച്ചും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഹൈഡ്രോളിക്സ് എന്നുള്ള പോർഷൻ വൈൻഡ് അപ്പ് ചെയ്യും. ഇത് പല മൊഡ്യൂൾസിലായിട്ട് സ്പ്രെഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഞാനൊന്ന് ക്ലബ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. സോ ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ ക്ലാസ്സസ് പോവുക. പക്ഷെ നിങ്ങൾ സിലബസിൽ മൊഡ്യൂൾ വൈസ് നോക്കിയാൽ ചിലപ്പോൾ ഈ ഹൈഡ്രോളിക് മെഷീനറി എന്ന് പറഞ്ഞാൽ സെക്കൻഡും തേർഡും മൊഡ്യൂളിൽ സ്പ്ലിറ്റ് ആയിട്ടൊക്കെയാണ് കിടക്കുന്നത്. സോ ഈ ഒരു ഓർഡർ ആയിരിക്കും നമ്മൾ ക്ലാസ്സിൽ ഫോളോ ചെയ്യുക. ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്. സോ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് ഞാൻ പറഞ്ഞു. നമ്മൾ പഠിക്കുന്നത് വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, വാട്ടറിന്റെ കംപ്രസിബിലിറ്റി, അതുപോലെ അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് നിങ്ങൾ കേട്ടതും പരിചയമുള്ളതും ചിലപ്പോൾ പുതിയതുമായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യും. അതിന് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് ലിക്വിഡിന്റെ പ്രഷർ എന്ന് പറയുന്നത്. ആ പ്രഷർ എന്താണ്, ലിക്വിഡ് പ്രഷർ എങ്ങനെയൊക്കെയാണ് മെഷർ ചെയ്യുക, അതിന്റെ കുറച്ച് കാൽക്കുലേഷൻസ്, ഈ കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത് മൊഡ്യൂൾ 1 പഠിക്കുക. ഇതിൽ പിന്നെ സെന്റർ ഓഫ് പ്രഷറിന്റെ കാൽക്കുലേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ 1 വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ്, അതാണ് ബെർണൌളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയും. ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് ബെർണൌളിസ് പ്രിൻസിപ്പിൾ. ആ ബെർണൌളിസ് പ്രിൻസിപ്പിൾ എന്താണ്, അതിന്റെ ഡെറിവേഷൻ, അതുപോലെ ബെർണൌളിസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള കുറച്ച് ഡിവൈസസ്, വെഞ്ചുറിമീറ്റർ, പിറ്റോട്ട് ട്യൂബ്, അതുപോലെ ഒറിഫൈസ് മെറ്റൽ, ഇങ്ങനെ കുറച്ച് ഡിവൈസസ് നമ്മൾ കാണും. ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 1 സമ്മറി എന്ന് പറയുന്നത്. മൊഡ്യൂൾ 1 നമ്മൾ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യും. വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്. ഞാൻ ഈ പറഞ്ഞ ബേസിക് പ്രോപ്പർട്ടീസ് വെച്ചാണ് നമ്മൾ മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യുക. ഹൈഡ്രോളിക്സ് ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്, സിൻസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സംതിങ് ദാറ്റ് ഈസ് നിയർ ടു അസ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ലെറ്റ്സ് മീറ്റ് ഇൻ ദ next class and we will be discussing about the properties of fluid. Till then, bye.